ഹൈന്ദവ ഇതിഹാസമായ രാമായണത്തിൽ പരാമർശിച്ചിരിക്കുന്നത് പ്രകാരം പുലസ്ത്യന്റെ മകനും ശക്തനുമായ ഋഷിയാണ് വിശ്രവസ്. സമർത്ഥനും പണ്ഡിതനുമായ അദ്ദേഹത്തിന്റെ പുത്രനും രാമായണത്തിലെ പ്രധാന വില്ലനുമായ രാവണനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. രാവണന്റെ അമ്മയായ കൈകസിയുടെ മറ്റു പുത്രന്മാർ വിഭീഷണനും കുംഭകർണനുമാണ്. അതുപോലെ പുത്രി ശൂർപ്പണഖയും. 6 ശാസ്ത്രങ്ങളിലും ശിവതാണ്ഡവ സ്തോത്രം ഉൾപ്പെടെയുള്ള 4 വേദങ്ങളിലും ആഴത്തിലുള്ള അറിവ് കരസ്ഥമാക്കിയ രാവണൻ ഒരു ആദരണീയനായ ശിവഭക്തനാണ്. രാവണന്റെ മുത്തച്ഛൻ, അതായത് അമ്മയുടെ അച്ഛൻ, രാക്ഷസ രാജാവും സുകേശന്റെ പുത്രനുമായ സുമാലിയായിരുന്നു. സുമാലിക്ക് 10 ആൺമക്കളും 4 പെൺമക്കളും ഉണ്ടായിരുന്നു. ഈ ലോകത്തെ ഏറ്റവും ശക്തനായ വ്യക്തിയെക്കൊണ്ട് കൈകസിയെ കല്യാണം കഴിപ്പിക്കണമെന്നതായിരുന്നു സുമാലിയുടെ ആഗ്രഹം. ഒരു രാജാക്കന്മാരും തൻ്റെ അത്ര ശക്തരല്ലാതിരുന്നതിനാൽ രാജാക്കളെ അദ്ദേഹം പരിഗണിച്ചില്ല. ഒടുവിൽ കൈകസി ഋഷിമാരിൽ നിന്ന് വിശ്രവനെ തിരഞ്ഞെടുത്തു. അങ്ങനെയാണ് രാവണനും സഹോദരങ്ങളും ഈ ദമ്പതിമാർക്ക് പിറന്നത്. രാവണനും സഹോദരങ്ങളും ഗോകർണ പർവ്വതത്തിൽ 11,000 വർഷം തപസ് ചെയ്തു. നീതിയുടെ പാതയിലേക്ക് മനസ്സിനെ നയിക്കണമെന്ന് വിഭീഷണനും ഇന്ദ്രാസനത്തിനു പകരം നിദ്രാസനം കുംഭകർണനും ആവശ്യപ്പെട്ടു. അതുപോലെ രാവണൻ മനുഷ്യരൊഴികെയുള്ള എല്ലാ ബ്രഹ്മസൃഷ്ടികൾക്കും അജയ്യനാവണം താനെന്ന വരവും ആവശ്യപ്പെട്ടു. ഇവിടെ കുംഭകർണനുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. എന്നാൽ അത് മറ്റൊരു വീഡിയോയിലാവാം. രാവണൻ ജനിച്ചപ്പോൾ തന്നെ 10 തലകളും 20 കൈകളുമായാണ് ജനിച്ചതെന്ന് പറയപ്പെടുന്നു. തുടർന്ന് പ്രായപൂർത്തിയായി തപസ് ആരംഭിച്ച അദ്ദേഹം ഓരോ 1000 വർഷം പൂർത്തിയാകുമ്പോഴും ബ്രഹ്മദേവനെ പ്രീതിപ്പെടുത്താനായി തൻ്റെ ഓരോ തലകൾ ബലിയർപ്പിച്ചു. അങ്ങനെ 10ാമത്തേതും അവസാനത്തേതുമായ ശിരസ് ബലിയർപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. തുടർന്ന് വരത്തോടൊപ്പം ഒരു രഥവും ഗംഭീരമായ ആയുധങ്ങളും നൽകി. ഒരിക്കൽ രാവണൻ തൻ്റെ ഒരു തലയും 20 കൈകളിലൊന്നും പിന്നെ സ്വന്തം ഞരമ്പുകളും ഉപയോഗിച്ച് രുദ്രവീണ ഉണ്ടാക്കുകയും ശിവതാണ്ഡവ സ്തോത്രം ആലപിക്കുകയും ചെയ്തു. ഇതിൽ പ്രസാദപ്പെട്ട ഭഗവാൻ ശിവൻ രാവണന്റെ മുറിവുകൾ ഉണക്കുകയും പാശുപതാസ്ത്രവും ചന്ദ്രഹാസം എന്ന ശക്തമായ വാളും നൽകി. അന്ന് ദശാനനന്റെ അലർച്ച 3 ലോകങ്ങളിലും പ്രതിധ്വനിച്ചതിനാൽ രാവണൻ എന്ന പേരും നൽകി. മണ്ഡോദരിയെ വിവാഹം കഴിച്ച രാവണന് ഒരുപാട് പുത്രരുണ്ടായി. ഇടിമിന്നൽ പോലെ അലറുന്ന തൻ്റെ മൂത്ത മകന് മേഘനാഥൻ എന്ന പേരുമിട്ടു. പിന്നീട് ഇന്ദ്രദേവനെ പരാജയപ്പെടുത്തിയതിനാൽ മേഘനാഥൻ ഇന്ദ്രജിത്ത് എന്ന പേരിൽ അറിയപ്പെട്ടു. ഒരു ദിവസം ശൂർപ്പണഖ ശ്രീരാമനെ കാണുകയും ആകൃഷ്ടയാവുകയും ചെയ്തു. സീതയോട് വിശ്വസ്തനാണ് താനെന്ന് ചൂണ്ടിക്കാട്ടി ശൂർപ്പണഖയെ ശ്രീരാമൻ വിനയപൂർവ്വം നിരസിച്ചു. തുടർന്ന് സീതയെ ആക്രമിക്കാൻ ശ്രമിച്ച ശൂർപ്പണഖയെ ലക്ഷ്മണൻ മൂക്ക് മുറിച്ച് ഓടിച്ചു വിട്ടു. തന്നെ അപമാനിച്ചതിന് പ്രതികാരം ചെയ്യാൻ ഗരനെയും ദൂഷണനെയും കൂടെ അനേകം സൈനികരെയും കൂട്ടി വന്നു. എന്നിരുന്നാലും രാമനും സഹോദരനും ഏതാനും നിമിഷത്തിനകം അവരെയൊക്കെ കൊന്നൊടുക്കി. ഈ സംഭവം അറിഞ്ഞ രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അങ്ങനെ രാവണന്റെ സഹായിയായ മാരീചൻ എന്ന രാക്ഷസൻ ഒരു സ്വർണ്ണമാനായി മാറുകയും രാമലക്ഷ്മണന്മാരെ വശീകരിക്കുകയും ചെയ്തു. ഈ സമയം രാവണൻ ഒരു സന്യാസി വേഷം ധരിച്ച് സീതയുടെ അടുത്തെത്തി ബലപ്രയോഗത്തിലൂടെ സീതയെ പുഷ്പക വിമാനത്തിൽ തട്ടിക്കൊണ്ടുപോയി ലങ്കയിലെത്തിച്ചു. സീതയെ തട്ടിക്കൊണ്ടുപോയതറിഞ്ഞ് രാമൻ വേദനിച്ചു. അങ്ങനെ മാസങ്ങൾക്കു ശേഷം കിഷ്കിന്ധയിലെ വാനര രാജാവായ സുഗ്രീവനുമായി അദ്ദേഹം സഖ്യം രൂപീകരിച്ചു. സുഗ്രീവന്റെ മന്ത്രിയായിരുന്ന ഹനുമാൻ ലങ്കയിൽ സീതയെ കണ്ടെത്തുകയും നിരവധി രാക്ഷസന്മാരെ വധിക്കുകയും ചെയ്തു. സീതയെ രാമനിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഹനുമാൻ രാവണനോട് അഭ്യർത്ഥിച്ചു. പക്ഷേ രാക്ഷസ രാജാവ് വിസമ്മതിക്കുകയും വാൾ കത്തിക്കുകയും ചെയ്തു. ഇതിനു പ്രതികാരമായി ഹനുമാൻ രാവണന്റെ നഗരം മുഴുവൻ കത്തിച്ചു. വാനരന്മാർ കടലിന് കുറുകെ ഒരു പാലം നിർമ്മിച്ച് ലങ്കയിലേക്ക് നീങ്ങാൻ തുടങ്ങി. രാവണൻ രാമനോട് അനുരഞ്ജനം നിരസിച്ചപ്പോൾ അവിടെ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു.
രാമനെ നേരിടാൻ രാവണൻ എത്തുന്നു. പക്ഷേ വേഗത്തിൽ തന്നെ പരാജയപ്പെടുന്നു. തൻ്റെ എല്ലാ പ്രമുഖ യോദ്ധാക്കളും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതിന് ശേഷം രാമനുമായി നിർണായകമായ ഒരു അന്തിമ യുദ്ധം ചെയ്യാൻ രാവണൻ വീണ്ടും വരുന്നു. അവർ ഇരുവരും പരസ്പരം അസ്ത്രങ്ങൾ എയ്യുകയും നേരിടുകയും ചെയ്തെങ്കിലും അവസാനം ശ്രീരാമൻ മേൽക്കൈ നേടി. എന്നിരുന്നാലും രാവണന്റെ തല എത്ര തവണ വെട്ടിയാലും രണ്ടാമതും വളർന്നു. ഒടുവിൽ ശ്രീരാമൻ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുകയും അമർത്യതയുടെ അമൃത് അടങ്ങിയിരിക്കുന്ന രാവണന്റെ നാഭിയിൽ ലക്ഷ്യം വയ്ക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ അമ്പ് അമൃതത്തെ ബാഷ്പീകരിക്കുകയും രാവണനെ വധിക്കുകയും ചെയ്യുന്നു.